ഹലോ യൂട്യൂബ്. സോ ഇന്ന് നമ്മൾ പോകുന്നത് ഹെയ്ൻസ് ജംഗ്ഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഹെയ്ൻസ് ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ ബൈക്ക് എടുത്തതിന് ശേഷം കുറേ പ്രാവശ്യം പ്ലാൻ ചെയ്ത സ്ഥലമാണ്. ഒരിക്കലും പ്ലാൻ അങ്ങോട്ട് നടന്നില്ല. വേറെ പല സ്ഥലത്തേക്കും പോയി, പക്ഷേ ഹെയ്ൻസ് ജംഗ്ഷനിലേക്കുള്ള റൈഡ് എപ്പോഴും പെൻഡിങ് ആയി. അതുകൊണ്ട് ഇന്ന് അതങ്ങ് കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അവിടെ ഞാൻ വൈഫും ഫാമിലിയൊക്കെ ആയിട്ട് പലപ്പോഴായിട്ട് പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 3-4 തവണ അവിടെ പോയിട്ടുണ്ട് ഹെയ്ൻസ് ജംഗ്ഷനിൽ. അതിനോടടുത്ത് തന്നെ ഒരു ലൊക്കേഷനും കൂടി ഉണ്ട്, ഡിസ്ട്രക്ഷൻ ബേ എന്ന് പറഞ്ഞിട്ട്. അവിടേക്ക് ഇന്നില്ല, വേറെ ദിവസം നമുക്ക് അങ്ങോട്ടും കൂടി പോകും. നാട്ടിൽ വെള്ളപ്പൊക്കമൊക്കെയാണെന്ന് കേട്ടു. ഞാൻ കോഴിക്കോടുകാരനാണ്, അപ്പോൾ അവിടെ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു അല്ലേ. എനിവേ 2018 പോലെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. കുറച്ച് നേരമായിട്ട് ഇങ്ങനെ ഹൈവേ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചേരം കഴിഞ്ഞപ്പോൾ ഒന്ന് വിചാരിച്ചൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന്. കുറച്ച് നേരം അറിയത്തില്ല ഇതേതാ സ്ഥലം എന്നോ. അപ്പോൾ ഹൈവേൻ്റെ സൈഡിലൊരു ചെറിയൊരു ട്രെയിൽ കണ്ടപ്പോൾ അങ്ങോട്ട് കയറിയതാണ്. ട്രെയിൽ ഇങ്ങനെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങോട്ടും ഉണ്ട്, അറിയത്തില്ല എങ്ങോട്ടാണ് പോകുന്നതെന്ന്. എനിവേ തിരിച്ച് കണ്ടിന്യൂ ചെയ്യാം റൈഡ്. അപ്പം നമുക്കൊരു 3/4 മണിക്കൂർ കൊണ്ട് ഹെയ്ൻസ് ജംഗ്ഷൻ എത്തിയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും കുടിക്കുകയോ കഴിക്കുകയോ ചെയ്തിട്ട് കാത്തലിനിലേക്ക് പിടിക്കാം. ഇപ്പം നമ്മളെ യാത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 1.5 മണിക്കൂറായിട്ട്. ഒരു ഐഡിയയിൽ അങ്ങോട്ടാണ് പോകുന്നത്. ഇപ്പോൾ കരടീൻ്റെ വായിലേക്ക് ആയിരിക്കില്ല എന്ന് വിചാരിക്കാം. എന്തായാലും പോയി നോക്കാം. ഒരു കുഞ്ഞി ക്രീക്കാട്ടോ. അങ്ങോട്ട് പോയാൽ എവിടെ എത്തുമെന്ന് എനിക്കറിയത്തില്ല, അറിയാത്തതുകൊണ്ട് പോകുന്നില്ല. യൂക്കോണിൽ എന്തുകൊണ്ടാണ് സ്റ്റേ ചെയ്യുന്നത്, അല്ലെ വേറെ എങ്ങോട്ടെങ്കിലും മൂവ് ഔട്ട് ചെയ്തൂടെ, വലിയ സിറ്റിയിലേക്കൊക്കെ പോയിക്കൂടെ എന്നൊക്കെ ചോദിക്കുക ആൾക്കാർ. അവരെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് എനിക്കറിയത്തില്ല. 6 മാസം വിൻ്ററാണ്, അത് ഞാൻ സമ്മതിക്കാം. 6 മാസം വിൻ്റർ. പക്ഷെ 6 മാസം കഴിഞ്ഞിട്ടുള്ള സമയമുണ്ടല്ലോ, നമുക്ക് വീക്കെൻഡൊക്കെ 2 ദിവസം അവധി കിട്ടിക്കഴിഞ്ഞാൽ തകർക്കാം. ഈ 6 മാസം മണ്ണ് കാണാണ്ട് കിടന്നിട്ട് പിന്നെ മണ്ണ് കാണുമ്പോൾ, മണ്ണും ചെളിയൊക്കെ കാണുമ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ കിട്ടുമ്പോഴുള്ള സുഖമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം നമുക്ക് വേണ്ട എല്ലാ ഗുസ്തിയും കളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അതിന് ഒത്തിരി ദൂരെ യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല. എന്താ പറയുക, ഫിഷിംഗ് ആണെങ്കിലും ഇനിയിപ്പോൾ ഹണ്ടിങ് ആണെങ്കിലും ഓഫ് റോഡ് ചെയ്യണം, എന്താ പറയുക, ട്രെയിലിൽ കൂടി കുന്നിൻ്റെ മുകളിൽ പോകണം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതൊക്കെ ചെയ്യാൻ നമുക്ക് വീടിൻ്റെ ചുറ്റുപാട് തന്നെ സ്ഥലങ്ങളും സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ കാനഡയിലെ തന്നെ എനിക്ക് തോന്നുന്നു 2nd ലാർജസ്റ്റ് ഏരിയയാണ്, ടെറിട്ടറിയാണ് യൂക്കോൺ ഫോർ മൗണ്ടൻ ബൈക്കിംഗ്, ട്രെയിൽസൊക്കെ ഉള്ളത്. ഫസ്റ്റ് എനിക്ക് തോന്നുന്നു BC ആണ്. സോ ഇതൊക്കെ കൊണ്ട് തന്നെ ഇവിടം വിട്ട് പോകാൻ തോന്നുന്നില്ല.
ഇവിടെ വലിയ സിറ്റികളൊന്നുമില്ല. അത് ഞങ്ങൾ വർഷത്തിലൊന്ന് എഡ്മണ്ടണിലൊക്കെ പോകും, റോഡ് ട്രിപ്പായിട്ടങ്ങ് പോകും. അങ്ങനെ വലിയ സിറ്റി മിസ് ചെയ്യുന്ന സമയത്ത്. സോ ഫാർ അടിപൊളി സ്ഥലം. എനിക്കും വൈഫിനും എപ്പോഴുമൊക്കെ ഇഷ്ടമാണ്. പിന്നെ നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്ന പോലത്തെ സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് കാണാം, കണ്ണിന് കുളിർമയ്ക്ക് വേണ്ടിയിട്ട്. കാരണം എപ്പോഴും കാണാൻ പറ്റാത്തതുകൊണ്ട് തന്നെയായിരിക്കും നമുക്കിപ്പോൾ ഒരു 6 മാസം ഗ്യാപ്പ് ഇട്ടിട്ടല്ലേ കാണുന്നത്. 6 മാസം വിൻ്റർ, സ്നോ, മൊത്തം വെള്ള കളറായിരിക്കും. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ ഒരു 6 മാസം എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക, വെളിച്ചവും വെട്ടവും പച്ചപ്പും വെള്ളമൊക്കെ അന്നേരമല്ലേ കാണാൻ പറ്റുള്ളൂ. മൊത്തം ഫ്രീസായി കിടക്കുമായിരിക്കും. അപ്പം അതൊക്കെ കാണുമ്പോൾ കിട്ടുന്നൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ. അതിന് വേറെ എവിടെ പോയാലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ഉണ്ടാകുമായിരിക്കും. ഞാൻ വേറെ സ്ഥലങ്ങളിലേക്കൊന്നും പോകാത്തതുകൊണ്ട് എനിക്ക് അത്ര ധാരണയില്ല അതിനെക്കുറിച്ച്. ഒരു സൈഡ് ബൈ സൈഡൊക്കെ എടുത്ത് കറങ്ങിയെടുക്കുന്നു. ഇവിടെ ശരിക്കൊന്നും വണ്ടിയൊന്നും വേണ്ട. എനിക്കൊന്ന് സൈഡ് ബൈ സൈഡ് എടുത്തിട്ട് ആൾക്കാർക്ക് മൊത്തം കറങ്ങാൻ തോന്നും. അപ്പുറത്ത് മറ്റേ ഓഫ് റോഡ് ട്രെയിലുണ്ട്, ഇപ്പുറത്ത് ചെറിയ റോഡ് വെച്ചിട്ടുള്ള റോഡ് കൊണ്ടുള്ള ട്രെയിലുണ്ട്. സൈഡ് ബൈ സൈഡ് ഇതാവും. ഇവിടെയുള്ള ആളുകൾക്ക് ശരിക്കും 4 വീലർ വലിയ വണ്ടിയൊന്നും വേണ്ട. ഐ മീൻ കാറൊന്നും വേണമെന്നില്ല. അത് മതി. നമ്മൾ കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ പോകാതെ നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങി തട്ടാം. ഇപ്പോൾ ഒരു സാൻഡ്വിച്ചൊക്കെ കഴിച്ചു. ഇതിനിടയ്ക്കൊരു മഴ പെയ്തു, ചെറിയൊരു മഴ. കറക്റ്റായിരുന്നു. ഞാൻ സാൻഡ്വിച്ച് കഴിക്കുന്ന സമയത്ത് മഴ പെയ്തേ, അതുകൊണ്ട് കുഴപ്പമില്ല. ചെറിയൊരു ചാറ്റമഴ ഉണ്ട് കേട്ടോ. അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞു. മഴയുള്ള സമയത്ത് കൃത്യം നമ്മൾ സാൻഡ്വിച്ച് കഴിച്ച സമയം സേവ് ചെയ്തു. അപ്പോൾ കറക്റ്റ് ടൈമായിരുന്നു. പക്ഷേ ആ കറക്റ്റ് സ്ഥലത്ത് മാത്രമേ, ഹെയിൻസ് ജംഗ്ഷനിൽ ആ ചെറിയ അങ്ങാടിയിൽ മാത്രമേ മഴ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഒന്നും മഴ പെയ്ത ലക്ഷണവുമില്ല. എന്തായാലും കുഴപ്പമില്ല, നമ്മളെ മഴ ബാധിച്ചിട്ടില്ല. ചെറിയ മഴയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നേരെ കാത്തലിൻ ലേക്കിലേക്കാണ് പോകുന്നത്. കാത്തലിൻ ലേക്ക് ഇവിടുന്ന് ഇനി 13 മിനിറ്റ് 20 കിലോമീറ്റർ ഒക്കെ നമ്മൾ പെട്ടെന്ന് എത്തും. ഞാൻ വിചാരിച്ചു മഴയൊക്കെ കണ്ടപ്പോൾ മൊത്തം ക്ലൗഡി ആവുമോ ഇനി എന്ന് വിചാരിച്ചു. പക്ഷേ ഇല്ല, കുഴപ്പമില്ല. കാലാവസ്ഥ ബാക്ക് ടു നോർമൽ. ദാറ്റ്സ് എ ഗുഡ് സൈൻ അല്ലേ? കാത്തലിൻ ലേക്ക് വ്യൂ പോയിന്റ്. ഇവിടെ ഒന്നും കാണുന്നില്ല. പറ്റിച്ചോ? ആ, എന്നാൽ ദൂരെ കാണാട്ടോ. ഓരോ വർഷം കഴിയുന്തോറും തിരക്ക് കൂടി വരികയാണല്ലോ ഇവിടെയൊക്കെ. അങ്ങനെ വന്ന സമയത്തൊന്നും ഒരു ഈച്ചക്കുറുക്കം പോലും ഇവിടെ ഉണ്ടാവില്ല. ഭയങ്കര തിരക്കാണല്ലോ. ബ്രിട്ടീഷ് കൊളംബിയ. US എന്നൊക്കെ ഉള്ള ആൾക്കാരൊക്കെ. എവിടെയാണ് പാർക്ക് ചെയ്തത്?
ഇവിടെ ഫിഷ് വീണ്ടും ഹൈൻ സ്റ്റേഷനിലെത്തി. ഇവിടെ നമുക്കൊരു പെട്രോൾ അടിക്കണം, എന്നിട്ട് മെല്ലെ തിരിച്ചു പോകണം. ഇപ്പോൾ ഹാർലിക്കാരെ കൈ കാണിക്കും കേട്ടോ, ഇവിടെ തെറ്റിദ്ധരിച്ചു. അപ്പോൾ അങ്ങനെ തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണ്. പോകുന്ന വഴിക്ക് നമുക്ക് എന്തെങ്കിലും നല്ല ലൊക്കേഷനൊക്കെ ഉണ്ട്, അവിടെ നിർത്തി കണ്ടിട്ട് പോവാം. 4:15 4:11. ഇത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നുണ്ടല്ലോ, ഈ റോഡിൻ്റെ സൈഡിലുള്ള കാട് വെട്ടുന്ന മെഷീനാണ് കേട്ടോ. മുഴുവൻ വെട്ടി തെളിക്കണ്ടേ, കാരണം എന്തെങ്കിലും മാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണണമെങ്കിൽ നമ്മൾ അകലെ നിന്ന് കാണണ്ടേ. എല്ലാവരും ക്രോസ് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആക്സിഡൻസ് ഉണ്ടാകുന്നുണ്ടായിരിക്കാം. അതെല്ലാം ഈ റോഡിൻ്റെ സൈഡ് 2 സൈഡും കാടൊക്കെ ബുഷസ് ഒക്കെ വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടു. കുറച്ച് കഴിയുമ്പോൾ എവിടെയെങ്കിലും ചെറിയ ബ്രേക്ക് എടുത്തിട്ട് പിന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. ഇവിടെ സൈഡിൽ നിർത്താം. തേനീച്ചൻ്റെ വലുപ്പം കാണാം. ഇതെന്തോരം തേനീച്ചയാണെന്ന് എനിക്കറിയത്തില്ല. നല്ല മൊട്ട സാധനം. ഈ സ്ഥലം എനിക്ക് മനസ്സിലായി. ഇതിലെയാണെന്ന് നമ്മളെ ഫിഷിങ് വീഡിയോ ഇല്ലേ, ഫിഷിങ് കഴിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് വന്ന വഴി ഇതാ. അതെ, ഇതിലെയാണ് വന്നത്. ഒരു മലേൻ്റെ അപ്പുറത്തായിരുന്നു ആ ലേക്ക് ഉണ്ടായിരുന്നു. ആ ലേക്കിന് പേരൊന്നുമില്ല, എനിക്കൊന്ന് കൊക്കിനി ലേക്ക് എന്തോ വൈഫ് കണ്ടുപിടിച്ചത്. ഞാൻ മാപ്പിൽ പേരൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്നായിരുന്നു നമ്മൾ ആ മീൻ പിടിച്ചിട്ട് മോനും ഞങ്ങൾ ഫാമിലിയായിട്ട് പോയിട്ട് മീൻ പിടിച്ച് പൊരിച്ച് തരുന്ന വീഡിയോ ഇല്ല, അതിലെ ആ ലൊക്കേഷൻ. അവിടെ ഞാൻ വിചാരിക്കും ഇത് വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ഈ സ്ഥലം, ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ കാനഡയിൽ മോട്ടോർ സൈക്കിൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് എൻ്റെ വക ഒരു അഡ്വൈസാണ്. ഞാനൊരു സ്ട്രീറ്റ് ബൈക്ക് ഫാൻ ബോയ് ആയിരുന്നു. എൻ്റെ ലാസ്റ്റ് ബൈക്കും അതങ്ങനത്തെ ഒരു ബൈക്കായിരുന്നു, C800 ആയിരുന്നു. ഇവിടെ വന്ന് C900 വാങ്ങണമെന്ന് വിചാരിച്ചാൽ വാങ്ങാത്ത നന്നായി. ഈ ഹൈവേ കൂടെ ടൂർ ചെയ്യാനും ഒക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ ഹൈവേ അത്യാവശ്യം വിൻഡ് പ്രൊട്ടക്ഷൻ ഉള്ള ബൈക്ക് വാങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം ഇതാണ് എൻ്റെ സ്ക്രീനിൻ്റെ അവസ്ഥ, കാണാൻ പറ്റുമെന്ന് വിചാരിക്കും. ഞാൻ സൂം ചെയ്യാം. അപ്പം
ഇതാണ് സ്ക്രീനിൻ്റെ അവസ്ഥ. ഇത് മൊത്തം മുഖത്തും എൻ്റെ ഹെൽമെറ്റിൻ്റെ വയസറിലും എൻ്റെ ചെസ്റ്റിലുമൊക്കെ വരേണ്ട ഈച്ചകളാണ് ഇവിടെ വന്നിട്ട് അടിച്ച് പടവായിരിക്കുന്നത്. ബാക്കിയൊക്കെ അത്യാവശ്യം ഈ വിൻഷീൽഡ് കൊണ്ട് തന്നെ, ഈ വിൻസ്ക്രീൻ തന്നെ ഡൈവേർട്ട് ചെയ്ത് വിടും. അതുകൊണ്ട് നമ്മുടെ മേത്തൊന്നും അങ്ങനെ ഫ്ലൈസ് വന്ന് തട്ടുന്നില്ല. അപ്പോൾ അത്യാവശ്യം ഹൈവേ കൂടെ ടൂർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഹാൻഡ് ഗാർഡും വിൻസ്ക്രീനും ഉള്ള, അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ വിൻസ്ക്രീനും ഉള്ള ബൈക്ക് വാങ്ങുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് പാറ്റനെ പുറകനെ നേരം ഉണ്ടാവുള്ളൂ. പരിപാടി കഴിഞ്ഞു, തിരിച്ച് വീട്ടിലെത്താനായി. ഇപ്പോൾ വൈഫിൻ്റെ കൃഷിയാട്ടോ കാട് പോലിരിക്കുന്നത്.